ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ടെൻത്ത് മെയിൻസ് എക്സാം മെയ് 21 മുതൽ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ആയിട്ടുണ്ട്, എന്താണ് പഠിക്കേണ്ട സ്ട്രാറ്റജി, ഇനിയുള്ള ദിവസം എങ്ങനെ പഠിച്ചാൽ നമുക്ക് റാങ്കിലേക്ക് എത്താം, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ത്രൂ ഔട്ട് കാണുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയ് 21 സെക്രട്ടേറിയറ്റ് OAയുടെ 10th മെയിൻസിന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം നോക്കുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ ആകെ 20 ദിവസമേ ഉള്ളൂ. ഇനി പഠിച്ചാൽ കിട്ടുമോ? പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വട്ടം 10th പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻസിലേക്ക് എത്തുമ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പലർക്കും സാധിക്കാറില്ല. അത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതൊരു എക്സാമിനും സിലബസ് ഉണ്ടാവും. നമ്മൾ കൃത്യമായിട്ടുള്ള സിലബസ് പഠിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. സിലബസിനോടൊപ്പം തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ 10th മെയിൻസ് പരീക്ഷയ്ക്ക് ഏതെല്ലാം വിഷയങ്ങളുണ്ട്, അതിന് എത്ര മാർക്ക് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ ഇനിയുള്ള നമ്മളുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത് നമ്മളുടെ ഇനിയുള്ള ഒരു 30 മണിക്കൂറത്തെ കുട്ടികൾക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്രാഷ് പ്രോഗ്രാമിന്റെ ഡിസ്ട്രിബ്യൂഷനാണ്, അവേർലി ഡിസ്ട്രിബ്യൂഷനാണ്. അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു നമുക്ക് നോക്കാം. ഇപ്പൊ 10th മെയിൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് നമുക്ക് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു മാർക്ക് തന്നെയാണ്. മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10, സുപ്രധാന നിയമങ്ങൾ 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, ബയോളജി 6, ഫിസിക്സ് 3, കെമിസ്ട്രി 3, ഹിസ്റ്ററി 5, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, കേരള ഗവേണൻസ് 5, ആർട്ട് ആൻഡ് കൾച്ചർ 5, കമ്പ്യൂട്ടർ 3. ഇതാണ് നമ്മുടെ 10th മെയിൻസിന്റെ അപ്രോക്സിമേറ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നിനും ഇനി അങ്ങോട്ട് നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യണം. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രിലിമിനറിക്ക് വേണ്ടി പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അതേ പേസിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ സൊല്യൂഷൻ. ഇവിടുത്തെ സൊല്യൂഷൻ എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഇനി മെയിൻസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ വീണ്ടും നമ്മൾ ആർട്ടിക്കിൾസ്, ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം പഠിച്ച് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ അതിനനുസരിച്ച് വേണം എത്ര മണിക്കൂർ. ഇപ്പൊ ടോട്ടൽ ഒരു 30 മണിക്കൂറാണ് ഞങ്ങളുടെ ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിൽ വരുന്നത്. അതിന് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ 30 മണിക്കൂറിൽ 3 മണിക്കൂർ നമ്മൾ കറണ്ട് അഫയേഴ്സിലേക്ക് മാത്രം, അതായത് 3 മണിക്കൂർ ചോദ്യങ്ങൾ മാത്രമായിരിക്കും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഇതിൽ കൂടുതൽ എന്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അതോടൊപ്പം തന്നെ റീഡിംഗ് നോട്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. മാത്സ് ആണെങ്കിൽ 3 മണിക്കൂർ. ഇവിടെ നമ്മൾ മാത്സ് അത്യാവശ്യം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും ടൈം ബേസ് ചെയ്ത് റിഗറസ് ആയിട്ട് മെയിൻസ് ലെവലിലുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുക. അത് തന്നെയാണ് ഇംഗ്ലീഷിലെ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളം, മാത്സ്, ഇംഗ്ലീഷ് വീണ്ടും ഇവിടുത്തെ സ്കോറിംഗ് മാർക്ക് തന്നെയാണ്. നമ്മുടെ അത് മനസ്സിലാവണമെങ്കിൽ കട്ട് ഓഫ് നോക്കണം. കട്ട് ഓഫ് നമ്മളിപ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു 30 മാർക്ക് അവിടെ വീണ്ടും റെലവെന്റ് ആകുന്നത് എന്നുള്ളത്. ഇനി സുപ്രധാന നിയമങ്ങൾ നമുക്കറിയാം 5 മാർക്കാണ്. സോ 2 മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് ഡിവോട്ട് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ 2 മാർക്ക്, ബയോളജി 2 മണിക്കൂർ, ബയോളജി 2 മണിക്കൂർ, ഫിസിക്സ് 1 മണിക്കൂർ, കെമിസ്ട്രി 1 മണിക്കൂർ. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നമ്മൾ 1 മണിക്കൂർ വെച്ച് ചോദ്യങ്ങളെയാണ് പരിചയപ്പെടേണ്ടത്, അല്ലാതെ ഇനി ഇരുന്ന് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഹിസ്റ്ററിക്ക് നമുക്ക് 2 മണിക്കൂർ ഡിവോട്ട് ചെയ്യാം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനായിട്ട്. ജോഗ്രഫി, എക്കണോമിക്സ്, കേരള ഗവേണൻസ്, ആർട്സ് ആൻഡ് കേരള ഗവേണൻസ് വരെ നമുക്ക് വീണ്ടും ഈ 2 മണിക്കൂർ വെച്ച് ഡൊണേറ്റ് ചെയ്യാം. ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ കമ്പ്യൂട്ടർ, ഇതിന് നമുക്ക് ഓരോ മണിക്കൂർ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ മണിക്കൂറുകൾ നമ്മൾ ചെയ്യേണ്ടത് ചോദ്യങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ്, അല്ലാതെ ടോപ്പിക്കിനെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഇതുവരെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും പ്രിലിംസിൽ തന്നെ നമ്മൾ സ്റ്റിക്കാവും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. മെയിൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല പോലും നിങ്ങളുടെ കുറച്ചധികം എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കുറച്ചധികം കാര്യങ്ങളെ നല്ല രീതിയിൽ ബ്രഷപ്പ് ചെയ്ത് എടുത്ത് ക്വസ്റ്റ്യൻസിലൂടെ പരിചയപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കോൺഫിഡൻസോടുകൂടി മെയ് 21 സെക്രട്ടേറിയറ്റ് OA പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി അതിലേക്ക് നമുക്കൊരു ആക്സലറേഷൻ കിട്ടാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെക്രട്ടേറിയറ്റ് OA 587/2023 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി, അതായത് ഏപ്രിൽ 22 വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് മാത്രം 382 വേക്കൻസീസ് റിപ്പോർട്ടഡ് ആണ്. വലിയൊരു അവസരമല്ലേ? റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് 382 വേക്കൻസി അവിടെ റിപ്പോർട്ടഡ് ആണ്. സോ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു നിയമനം നടക്കും. ഒന്നാമത്തെ കാര്യം. ഇനി മെയിൻസിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.67 ആണ്.
69.67 കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. കൂടി പോയാൽ എത്ര മാർക്കും കൂടി വരുമായിരിക്കും ഇപ്രാവശ്യം? ഒരു 3 മാർക്ക് നിങ്ങൾ കൂട്ടി നോക്കൂ. പക്ഷെ അവിടെ പഠിക്കേണ്ട സബ്ജക്ട്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കട്ട് ഓഫ് ആയിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? ഇംഗ്ലീഷും മലയാളവും മാത്സും അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 69.67 എന്ന് പറയുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി 382 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തത് ഓഫീസ് അറ്റൻഡന്റ്. വീണ്ടും നമുക്കറിയാം ഇതുവരെ പോയ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 893 അഡ്വൈസ് ഓൾറെഡി പോയി കഴിഞ്ഞു. 893 അഡ്വൈസ് പോയി കഴിഞ്ഞു. 2022 സെപ്റ്റംബറിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നിയമനം നടന്നിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ്. അപ്പോൾ നമ്മൾ കളയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അടുത്ത ലാബ് അസിസ്റ്റന്റ്. ലാബ് അസിസ്റ്റന്റ് നമുക്കറിയാം ജില്ലാ തലത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. ഓൾറെഡി റിപ്പോർട്ടഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. തിരുവനന്തപുരം 14, കൊല്ലം 11, പത്തനംതിട്ട 5, ആലപ്പുഴ 3, കോട്ടയം 1, എറണാകുളം 17, ഇടുക്കി ആസ് ഓഫ് നൗ ഇല്ല, എങ്കിൽ പോലും തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടും. തൃശ്ശൂർ 9, പാലക്കാട് 7, മലപ്പുറം 5, കോഴിക്കോട് 26, വയനാട് 5, കണ്ണൂർ 9, കാസർഗോഡ് 7. 119 വേക്കൻസി ലാബ് അസിസ്റ്റന്റിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂണിലാണ് പരീക്ഷ. അവിടെയും നിങ്ങൾ കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ്. തീർച്ചയായിട്ടും അതും ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരുന്ന ഒരു തസ്തിക തന്നെയാണ്. ഈ ജില്ലകളിലുള്ള കട്ട് ഓഫ്, ലാബ് അസിസ്റ്റന്റിൽ ഈ ജില്ലകളിലുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം 85.67, 83.67 ആണ് കൊല്ലം ജില്ല. പത്തനംതിട്ട 79.33, ആലപ്പുഴ 72.67, കോട്ടയം 82.33, എറണാകുളം 82.33, ഇടുക്കി 72.33, തൃശ്ശൂർ 76, പാലക്കാട് 84, മലപ്പുറം 76, കോഴിക്കോട് 83, വയനാട് 70.67, കണ്ണൂർ 83.67, കാസർഗോഡ് 79. വേക്കൻസീസ് അല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആണ്, കട്ട് ഓഫ് മാർക്കാണ്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് വലിയൊരു കട്ട് ഓഫ് ആയിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ആ ഒരു 10th മെയിൻസിന്റെ എക്സാമിന്റെ ഈ ഒരു അവർലി ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചാൽ എത്താവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്താവുന്ന കട്ട് ഓഫ് തന്നെയാണ് ഇതിൽ കൃത്യമായിട്ട് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പല പ്രാവശ്യങ്ങളിൽ 10th പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു, പക്ഷെ മെയിൻസിലേക്ക് നമ്മൾ വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാത്തത്. കൃത്യമായിട്ടുള്ള അവേർലി ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം പ്രോപ്പർ ആയിട്ടില്ല എന്നൊരു ടെൻഷൻ വേണ്ട. ഇനിയും നിങ്ങൾക്ക് മുന്നിൽ സമയമുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറുടെ 30 hours ക്രാഷ് പ്രോഗ്രാം 10th മെയിൻസിലേക്ക് വളരെ ചെറിയൊരു ഫീസിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് 30 മണിക്കൂറിൽ കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം നമ്മളിലൂടെ അധ്യാപകരിലൂടെ കുട്ടികളിലേക്ക് കൃത്യമായി എത്തും. അപ്പോൾ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ പഠനം എവിടെയും സോർട്ട് ഔട്ട് ആയിട്ടില്ല എന്നൊരു ടെൻഷൻ വേണ്ട. കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാം. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെയും പോലെ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് സങ്കടപ്പെടേണ്ടി വരരുത്. മെയിൻസ് നമുക്ക് കൃത്യമായിട്ട് തന്നെ ക്വാളിഫൈ ചെയ്യാം. എന്ത് ചെയ്യാം? ഉഷാറായിട്ട് പഠിക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8590202323 എന്ന ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇങ്ങ് പോന്നോളൂ. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് ഇപ്രാവശ്യത്തെ 10th മെയിൻസിൽ ഹൈ റാങ്കിൽ തന്നെ കയറാം. മറക്കണ്ട, നല്ല വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ല നിയമനം നടന്നിട്ടുണ്ട്. പഠിച്ചു തുടങ്ങാം. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.